എല്ലാ വീട്ടിലും ശുദ്ധമായ കുടിവെള്ളം പൈപ്പിലൂടെ. ഇതാണ് ജലജീവൻ പദ്ധതി. എന്നാൽ അമ്പൂരിയിലെ നിവാസികൾക്ക് ഇത് കിട്ടാക്കനിയാണ്. ഒരു കന്നാസ് വെള്ളത്തിന് 100 രൂപ. വർഷങ്ങൾക്ക് മുൻപ് വരൾച്ച കാലത്ത് അമ്പൂരിയിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി മുടക്കിയിരുന്ന തുകയാണിത്. കാട് വെട്ടിയും തൊഴിലുറപ്പിന് പോയും ഉപജീവനം നയിക്കുന്ന ഇവർ ഇത്ര വലിയ തുക താങ്ങാനാകാതെ നിരാഹാര സമരം ചെയ്താണ് ഇപ്പോൾ കണ്ട ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയെടുത്തത്. എന്നാൽ കുടിവെള്ളം എത്തിയിട്ടും ദുരിതത്തിന് യാതൊരു മാറ്റവുമില്ല. വല്ലപ്പോഴും വരുന്ന ജലം ബക്കറ്റുകളിലും കുടങ്ങളിലും ശേഖരിച്ചു വെക്കണം. ഇപ്പോൾ നമ്മൾ 60 വീട് ഉണ്ട്. 60 വീട്ടിൽ 45 പേര് പോലും വെള്ളം വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. ഒരു 40-45 പേര്, 40 പേരെന്ന് പറയാം. 40 വീട്ടിനെ വെള്ളം വരണുണ്ട്. അതും കൃത്യം വെള്ളം വരണില്ല. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 1 മണിക്കൂർ പോലും വെള്ളം വരില്ല. വെള്ളം നിറയ്ക്കുന്ന ടാങ്കുകൾ നിറഞ്ഞു കവിഞ്ഞ് വഴിയിലെ മണ്ണൊലിച്ചു പോയി കുടിവെള്ള പൈപ്പെല്ലാം പുറത്തു കാണുന്ന അവസ്ഥയിലായി. വെള്ളം അടിച്ച് ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വഴി കൂടെ പോകുന്നുണ്ട്. അപ്പോൾ വഴി ഇവിടുന്ന് മണ്ണ് കുത്തനെ ഇറക്കമായതുകൊണ്ട് ചരലുകളെല്ലാം പൊങ്ങി മാറി പൈപ്പ് എല്ലാം കാണുന്നുണ്ട്. അതുപോലെ വഴി ക്ലിയർ ആയിട്ട് ഇല്ല. അവർ കോൺക്രീറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടും നമുക്കിതുവരെ വഴിയൊന്നും ശരിയാക്കി തന്നിട്ടില്ല. കഴിഞ്ഞില്ല. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി വഴി നൽകിയവരും വഴിയില്ലാതെ നട്ടം തിരിയുകയാണ്. കുഞ്ഞുണ്ടോ പാറ കയറി പോകണം. ഇത്തിരി ദൂരമുണ്ട്. എൻ്റെ മരുമൻ മരിച്ചിട്ട് പോലും കൊണ്ടിറങ്ങാൻ പാടില്ല. റോഡിൽ പള്ളിയിൽ കൊണ്ട് അടക്കത്തിനുണ്ട്. അത്ര തേരിയാണ്. പാറ കയറി പോകണം. മഴ പെയ്താൽ കയറാൻ ഒരു വഴിയൊന്നുമില്ല ഞങ്ങൾക്ക്. വഴി ചോദിച്ച് അവർ പിന്നെ പഞ്ചായത്തിൽ ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. സൗജന്യ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാണ് പദ്ധതി നടപ്പിലാക്കിയതെങ്കിലും പൈപ്പിനോ മറ്റോ കേടുപാടുകൾ സംഭവിച്ചാൽ ജനങ്ങൾ തന്നെ പിരിവിട്ട് നന്നാക്കണം. ഒരാളൊന്നിന് 1500 രൂപ വെച്ച് കൊടുത്തു. ഞങ്ങൾക്ക് ഒരു വരുമാനവും ഇല്ല. അവിടെ 4 സെൻറ്റിനകത്ത് പാറയുടെ പുറത്താണ് ഒരു ചെറിയൊരു വീട്, ഒരു ആറ്റിറ്റോസ് ഇട്ട ഒരു വീട്. നമുക്കൊന്നുമില്ല, കയറി ഇറങ്ങാനൊന്നും ഒരു വഴിയില്ല, പോകാൻ പാടില്ല. ക്വാളിറ്റി കുറഞ്ഞ പൈപ്പുകൾ ഉപയോഗിച്ചതാണ് പൈപ്പ് പൊട്ടാനുള്ള പ്രധാന കാരണമെന്നാണ് നിവാസികൾ പറയുന്നത്. ആശങ്കയുണ്ട്. അതെ, എന്ന് ഇത് തുടങ്ങിയപ്പം തൊട്ടേ, ഇത് വെച്ച് ഉദ്ഘാടനം വെച്ചപ്പം തൊട്ടേ ഈ പൈപ്പ് പൊട്ടലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് 2-3 ആഴ്ച കൂടുമ്പോഴാണ് അവരൊന്ന് വിളിച്ച് ഒന്ന് റെഡിയാക്കി വരണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. വിളിച്ച് നമ്മൾ പറഞ്ഞ് അത് പിന്നെ 2-3 ആഴ്ച കൂടുമ്പോഴാണ് ഒന്ന് ശരിയാക്കി വന്ന് വെള്ളമടിച്ച് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെയും പൈപ്പ് പൊട്ടും. അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് കുരിശുമലയിലെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ. മഴക്കാലം ഒന്ന് മാഞ്ഞാൽ തുടങ്ങും അമ്പൂരിയിലെ വരൾച്ച. സർക്കാരിന്റെ പദ്ധതി വന്നപ്പോൾ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനമായി എന്ന് കരുതി. എന്നാൽ ഇപ്പോഴും ദാഹജലം ഒരു പ്രതിസന്ധി തന്നെയാണ് അമ്പൂരിയിലെ നിവാസികൾക്ക്. കൂടാതെ കരാറുകാരുടെ പ്രവൃത്തിയും ഇവരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. സർക്കാരിൽ നിന്ന് നേരിട്ടുള്ള ടെൻഡർ ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് ഇടപെടുന്നതിലും പരിമിതിയുണ്ട്. ഈ പൊട്ടുന്ന കേടുപാടുകൾ പരിഹരിക്കാനായിട്ട് ഒരു ആൾ ടെൻഡർ എടുത്തിട്ടുണ്ട്. വർക്ക് എവിടെയാണോ ഈ നിലവിൽ പൈപ്പുകൾ ചെയ്തെടുത്ത് കേടുപാടുകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ, അത് പൊട്ടുന്ന പൈപ്പുകൾ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് കോൺട്രാക്ടർ എടുത്തിട്ടുണ്ട്. പക്ഷേ നിരന്തരം ഞങ്ങൾ അവരുമായിട്ട് വഴക്ക് വരെ ആയിട്ടുണ്ട്. ഈ ഓരോ വീടുകളിൽ വെള്ളം കിട്ടാതിരല്ലേ, ഒരു മേഖലയിൽ പൈപ്പ് പൊട്ടി വെള്ളം കളയുമ്പോൾ ഇന്ന മേഖലയിൽ പൈപ്പ് പൊട്ടി വെള്ളം കളയുന്നുണ്ട്. അടിയന്തരമായി അത് നന്നാക്കണം, പരിഹരിക്കണമെന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരു 4 തവണ വിളിക്കുമ്പോൾ ഒരിക്കൽ വന്ന് അതൊന്ന് നന്നാക്കി വയ്ക്കും. ഇവർ പോകുന്ന പുറകിൽ അത് കേടായി പോകുന്നു. നിലവിൽ 1 വർഷം കഴിഞ്ഞാൽ അവരുടെ എഗ്രിമെൻ്റ് പീരീഡ് കാലാവധി കഴിയുന്നു. അതിനുശേഷം വീടുകളിലോട്ട് എടുക്കുന്ന ലൈനാണ് പൊട്ടുന്നെങ്കിൽ, എവിടെയാണോ ജോയിൻ്റ്, എവിടെ നിന്നാണോ എടുക്കുന്നത് അതാണ് ഓരോരുത്തരുടെ വീടുകളിലോട്ട് എടുക്കുന്ന ലൈനാണ് പൊട്ടുന്നതെങ്കിൽ അത് നന്നാക്കാൻ ഗുണഭോക്താവാണ് ഉത്തരവാദി എന്നാണ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരാണ് ഈ കുടിവെള്ളത്തിന് വേണ്ടി നിങ്ങൾ നെട്ടോട്ട് ഓടുന്നതിൻ്റെ കൂട്ടത്ത് ഈ 10, 1000, 500, 1000, 1500 രൂപ കൊടുത്ത് നന്നാക്കാനുള്ള സാമ്പത്തികമുള്ളവരല്ല ഇവിടെ. പക്ഷെ അത് അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. ക്യാമറമാൻ ചന്ദ്രനാരായണനൊപ്പം ദൃശ്യ ജതേന്ദ്രൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.